ഓക്കെ അല്ലേ? നല്ല മഴയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ്. ഒരു 17 മണിക്കൂർ കാർ യാത്ര. ന്യൂ ജേഴ്സിന്ന് ഫ്ലോറിഡയിലെ ടാമ്പയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ നിന്ന് ഒരു 1122 മൈൽസ് ഉണ്ട്. ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലൊരു ലോങ് ഡ്രൈവ് ഞങ്ങൾ പോകുന്നത്. അതും ഈ കുട്ടികളെയൊക്കെ വെച്ചാകുമ്പോൾ നല്ലൊരു അഡ്വഞ്ചർ ട്രിപ്പ് ആവും തോന്നുന്നു. അപ്പം എന്തായാലും ഈ അഡ്വഞ്ചർ കാഴ്ചകൾ കാണാൻ ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർദ്രാസ് ഹാപ്പി ട്രെയിൽസ്. ഞങ്ങൾ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴയൊക്കെ നിന്നു കേട്ടോ. പിന്നെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പം ഞങ്ങൾ ഫ്രൈഡേ ഈവനിങ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. സൺഡേ നൈറ്റാണ് അവിടെ എത്തുക. ഇതിനിടയിൽ 2 സ്ഥലത്ത് നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ട്. അല്ലാതെ നമുക്ക് ഒറ്റയടിക്ക് ഈ ഒരു 17 മണിക്കൂർ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് പിന്നെ അടുത്ത ദിവസം രാവിലെ പിന്നെയും പുറപ്പെടും. പിന്നെ നമ്മൾ ജോർജിയയിൽ സ്റ്റേ ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ നേരെ ടാമ്പ. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് മേലെ കൂടെ പോയില്ലേ? ഞങ്ങളിപ്പോൾ പോകുന്നത് എയർപോർട്ടിന് അടുത്തൂടെയാണ്. അപ്പോൾ അത് കാരണം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ സൺസെറ്റ് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പ്രത്യേക ഭംഗിയാണല്ലോ ആകാശത്തൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഓടിച്ചു പോവായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുട്ടായിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുമായിരുന്നു. അപ്പോൾ അതിൽ പോകുമ്പോൾ നമുക്ക് ഈ കുതിരാൻ തുരങ്കല്ലേ അതിൽ കൂടെ ഒക്കെ പോകുന്ന പോലെയാണ് എനിക്ക് ഓർമ്മ വരുന്നുണ്ടായിരുന്നത്. ഇത് ഭയങ്കര ലോങ് ആയിരുന്നു കേട്ടോ. ലോങ് ടണലായിരുന്നു. കുറേ നേരം നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ബാൾട്ടിമോർ എത്തി. Baltimore. Cruise ship. അങ്ങനെ ഒരു 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വെർജീനി എത്തി. അവിടെയാണ് കേട്ടോ ഫ്രണ്ടിന്റെ വീട്. അവിടെയാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ ഇത് 2ാമത്തെ ദിവസമാണ്. ഇന്നലെ ഞങ്ങള് വെർജീനി എത്തി. അവിടെ നിന്ന് ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത്. അപ്പൊ അവിടെ നിന്ന് ഇപ്പൊ നമ്മള് എഗെയിൻ പോവാണ്. ഇവിടെ നിന്നും ഒരു അത്യാവശ്യം ദൂരമുണ്ട്. ഒരു നിർത്താതെ പോവാണെങ്കിൽ ഒരു 13-14 മണിക്കൂറുണ്ട്. പക്ഷെ നമുക്ക് എന്തായാലും ഇടയിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ പിള്ളേരെ ഇവിടെ ബഹളാണ് കേട്ടോ ബാക്കില്. എന്താണ് അപ്പൊ നമുക്കിപ്പോ ഇവിടത്തെ റോഡൊക്കെ നല്ല രസമാണ് പോകുന്ന വഴിയൊക്കെ. അപ്പൊ ആ കാഴ്ചകളൊക്കെ കണ്ടു പോവാം. റോഡ് നല്ല കാലിയായിട്ടുണ്ട്. മോർണിംഗ് ആയ കാരണമായിരിക്കും. ഇന്നലെ വരുമ്പോ ഒക്കെ ഫുൾ ട്രാഫിക് ആയിരുന്നു. നമ്മള് രാത്രി അത് ഞാൻ അധികം കവർ ചെയ്തില്ല. ഇവിടെ കണ്ടില്ലേ മരങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങിക്കാണ്. അപ്പൊ നമ്മള് കുറച്ചുകൂടി നല്ല വെതറില് ഫാൾ ടൈം അങ്ങനെയൊക്കെ പോവാണെങ്കിൽ നന്നായിട്ടുണ്ടായിരിക്കും. നല്ല രസമായിരിക്കും ഫാൾ കളേഴ്സ് ഒക്കെ ആയിട്ട്. ഇപ്പൊ പിന്നെ വിന്റർ ആയ കാരണം എല്ലാ മരങ്ങളും ഇങ്ങനെ ഉണങ്ങിക്കാണ്. അവിടെയൊക്കെ കുറച്ചുകൂടി പച്ചപ്പുണ്ടല്ലേ ഇവിടെ പോകുന്തോറും. അറിയില്ല, കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. കിടക്കാനുള്ള സൗകര്യം ഉണ്ടാവും, ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും, ഡൈനിങ് ടേബിൾ പോലൊക്കെ ഉണ്ടാവും. ഡിപെൻഡിങ് അപ്പോൺ ദ സൈസ് ഓഫ് ദ വെഹിക്കിൾ. പിന്നെ അതിൽ എത്ര പേർക്ക് താമസിക്കാന്നൊക്കെ ഉണ്ടാവും. സംഭവം അതുപോലൊക്കെ ഉണ്ട്.
ഞങ്ങൾ ഈ വരുന്ന വഴി കുറേ RV കണ്ടു കേട്ടോ. അപ്പോൾ RV സ്റ്റേഷൻ, RV റെന്റ് എടുക്കാനൊക്കെ ഉള്ള സൗകര്യമുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കായിരുന്നു. അപ്പോൾ RV എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ തന്നെ താമസിക്കാം, വേറെ സ്റ്റേ ഒന്നും നോക്കണ്ട. അപ്പോൾ അതിൽ തന്നെ എടുക്കാനും അതുപോലെ ചെറുതായിട്ട് കുക്ക് ചെയ്യാനും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. ഏട്ടൻ മുന്നൊരിക്കൽ അങ്ങനെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാവുമ്പം അതിന് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കും. നമുക്ക് ഇപ്പോൾ കുക്ക് ചെയ്യാനും അല്ലെങ്കിൽ യൂസ് ചെയ്യാനൊക്കെ നമുക്ക് പ്ലഗ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സംവിധാനങ്ങൾ വേണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റെസ്റ്റ് ഏരിയാസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിങ്ങനെ പോകുന്ന വഴി കുറച്ച് കണ്ടായിരുന്നു. ഏകദേശം ഒരു 11:45. എന്തായാലും ഇവിടെ ഇനി പെട്രോൾ അടിച്ചതിന് ശേഷം പിന്നെ യാത്ര തുടങ്ങണം. ഇവിടെ ഇപ്പോൾ നമ്മൾ തന്നെ അടിക്കണോ അതോ അവരടിക്കോ? നമ്മളടിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ പെട്രോളൊക്കെ നമ്മൾ തന്നെ അടിക്കണം കേട്ടോ. ഇവിടെ അത് അടിക്കാനായിട്ട് വേറെ ആളൊന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ എടുത്തടിച്ച് നമ്മൾ തന്നെ അതിൽ പേ ചെയ്തിട്ട് പോവാം. ഇവിടെ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് റിഫ്രഷ് ആവാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, മേടിച്ചിട്ട് പോവാം. ഇപ്പോൾ ബർഗർ കിങ് ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ചെറുതായിട്ട് മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ചെറിയ തണവെള്ളം കേട്ടോ. പോയി ചുമ്മാ ചിക്കൻ നഗറ്റ്സോ ഇതും മേടിച്ചു. അങ്ങനെ പെട്രോൾ അടിച്ചു, പിന്നെ ചെറുതായിട്ട് സ്നാക്സും കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ അഗെയിൻ യാത്ര തുടങ്ങാണ്. ഇവിടെ നിന്ന് ഒരു 6 hours 35 minutes ഉണ്ട് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലിലേക്ക്. അപ്പം എന്തായാലും പോകുന്ന വഴി എവിടെയെങ്കിലും ലഞ്ച് കഴിക്കാൻ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കണം. അങ്ങനെ നമ്മളിപ്പോൾ നോർത്ത് കരോലിനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സ്റ്റേറ്റ് കവർ ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പോകാൻ തന്നെ നല്ല രസമാണ്. കുറേ ദൂരമുള്ള കാരണം ബോറടി മാറ്റാനായിട്ട് ഞങ്ങൾ പിന്നെ പാട്ട് പാടി ഇരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ പാട്ട് പാടി അതിൽ ലയിച്ചിരിക്കുമ്പോൾ ബോറടിക്കില്ലല്ലോ. പിള്ളേരൊക്കെ ഉറക്കമാണ്. പാട്ട് പാടുന്നതും കേൾക്കുന്നതും ഞങ്ങളായതുകൊണ്ട് തന്നെ ആരും കാറിൽ നിന്ന് ഇറക്കി വിടുന്നില്ല. അപ്പം എന്തായാലും അങ്ങനെ കുറേ പാട്ടൊക്കെ പാടി അവസാനം ഞങ്ങളൊരു റെസ്റ്റ് ഏരിയ എത്തി. നമ്മൾ നോർത്ത് കരോലിന എത്തി. ഇനി ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് അടുത്ത യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഫുഡൊന്നും ഇല്ല കേട്ടോ, വെറും റെസ്റ്റ് ഏരിയ ആണ്. അപ്പം നമ്മൾ ഫുഡ് ഉണ്ടാവുന്ന ചെറങ്ങിയാണ്. കഴിക്കാം കൂട്ടാ, പോയിട്ട് കഴിക്കാം. നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ അടുത്ത് തന്നെ വേറെ ഉണ്ട് ഫുഡ് ഓപ്ഷൻ. അപ്പോൾ അവിടേക്ക് പോവാം. നല്ല വെയിൽ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് ചിപ്പോട്ട്ലയാണ്. ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കഴിക്കാൻ പറ്റിയൊരു ഗോത്ര ഫുഡാണ് ചിപ്പോട്ട്ലെ. നല്ല ഹെൽത്തിയാണ്, പിന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും ചെയ്യും. ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണല്ലോ, അപ്പോൾ പിന്നെ അധികം ടൈം എടുക്കില്ല. ഹെൽത്തിയാണ്, പിന്നെ നല്ല ഫീലിങ്ങും ആണ്. ഇതാ ഫുഡ് വന്നു. ഞാനൊരു ബൗളും ഏട്ടനൊരു റാപ്പാണ് പറഞ്ഞത്. പിന്നെ കിഡ്സിനായിട്ട് ടാക്കോസും പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ചിക്കനും ചീസൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു.
ഇനിയിപ്പോൾ അഗെയിൻ യാത്ര തുടരുകയാണ്. ഇപ്പോൾ നോർത്ത് കരോലിന നമ്മൾ എവിടെയാ സ്റ്റേ ചെയ്യണം? സവാന, ജോർജിയ. ജോർജിയ. ഓക്കെ. അപ്പോൾ അവിടേക്ക് ഇനിയും 5 hours 30 minutes ഉണ്ട്. 8:30 എന്തായാലും എത്തുമ്പോൾ. അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ അപ്പോഴും ടൈം കൂടും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഫുള്ള് ഈ പാടങ്ങൾ പോലെ ഉണ്ടല്ലോ, ഒക്കെ ഉണങ്ങി പിടിച്ചിക്ക. പാടം. അതൊരു റെസ്റ്റ് ഏരിയ ആണ്. ഞങ്ങളിപ്പോ സിനിമ കണ്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. പാട്ടൊക്കെ കേട്ട് ബോറടിച്ചപ്പം പിന്നെ സിനിമ വെച്ചു കേട്ടോ. ഒരു കോമഡി പടം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ കണ്ട പടമാകുമ്പോൾ നമുക്ക് ഡയലോഗൊക്കെ മനപ്പാടായിരിക്കും. അപ്പോൾ പിന്നെ വെറുതെ അതിരുന്ന് കേട്ട് ഓടിക്കാന്ന് പറഞ്ഞാൽ അതൊരു രസമാണല്ലോ. അപ്പം അങ്ങനെ വെച്ചതാണ്. ഈ പടം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പൊ ഫുള്ള് ഇരുട്ടാണ് കേട്ടോ. നമ്മള് സൗത്ത് കരോലിന എത്തി. അവിടെ ഫ്ലോറൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നല്ല ഇരുട്ടാണ്. ഈ വണ്ടിയോട് പോകുന്ന വെളിച്ചം മാത്രമുള്ള റോഡില്. നമുക്ക് വണ്ടി ഓടിക്കാൻ ഒരു വെളിച്ചം മതി, കുഴപ്പമില്ല. കണ്ടില്ലേ, വേറെ നമ്മുടെ ഈ നാട്ടിലെ പോലെ ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഞങ്ങളിവിടെ ഫ്ലോറൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു റെസ്റ്റ് ഏരിയയിൽ നിർത്തിയിരിക്കായിരുന്നു. ഒന്ന് ടോയ്ലറ്റൊക്കെ പോയി ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് ഹോട്ടലിലേക്ക്. ഇപ്പോഴേ ടയർഡായി. അവരൊന്നും ടയർഡായിട്ടില്ല കേട്ടോ. അവരിപ്പോഴും അവിടെ ബാക്കിൽ ബഹളം കേൾക്കണ്ടായിരിക്കും. അതല്ലേ കൺട്രി. ഓക്കെ, നമ്മള് ഹോട്ടലിൽ എത്താറായിട്ടോ ഫൈനലി. അയ്യോ വയ്യാണ്ടായി. 10 മണിയാറേ. അപ്പോൾ ഹോട്ടലെത്തി റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരവസ്ഥയായിട്ടോ. എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നായി. അത്രയും ടയർഡായി. ഡിന്നറൊക്കെ ഞങ്ങൾ വരുന്ന വഴി കഴിച്ചിട്ടാണ് വന്നത്. എന്തായാലും നമുക്ക് റൂമൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് ബാത്റൂം. അവിടെ നല്ലൊരു മിറർ ഉണ്ട്, അതാണ് ഹൈലൈറ്റ്. പിന്നെ നമുക്ക് ഫേസ് തുടയ്ക്കാനുള്ള ടവല്, അതുപോലെ ബാത്ത് ടവല്, പിന്നെ ഫേസ് വാഷ്, ബോഡി വാഷ്, മേക്കപ്പ് റിമൂവർ, ഷാംപൂ, ഇതൊക്കെ ഉണ്ട് കേട്ടോ. റൂമിലും വലിയൊരു മിറർ ഉണ്ട്. പിന്നെ ബെഡ് പറയുകയാണെങ്കിൽ 2 ട്വിൻ ബെഡാണുള്ളത്. നമ്മൾ 4 പേർക്കാണല്ലോ, അപ്പോൾ 2 ട്വിൻ ബെഡാണുള്ളത്. പിന്നെ റൂമിൽ തന്നെ ഒരു കോഫി മേക്കർ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കോഫി പൗഡറും പിന്നെ മിൽക്കിൻ്റെ ക്രീമൊക്കെ ഉണ്ട്. പിന്നെ മൈക്രോവേവ് ഓവൻ ഉണ്ട്, താഴെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളൊരു സൗകര്യം പറയുകയാണെങ്കിൽ. വയ്യാണ്ടായില്ലേ? അപ്പോൾ നമ്മൾ ഭയങ്കര ടയർഡാണ്. അപ്പോൾ ഒന്ന് കിടന്നാൽ മതി വെച്ചിട്ടിരിക്കുന്നേ. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം. ഗുഡ് നൈറ്റ്. കുട്ടാ. അപ്പം ബാക്കി നമുക്ക് നാളെ കാണാം. ബൈ.